ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ഈ വീട്ടിൽ മാക്സി ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒരുപാട് മുൻപ് എനിക്ക് മേടിച്ചൊരു മാക്സിയാണിത്. അപ്പോൾ അതുകൊണ്ടൊരു ഫ്രോക്ക് നൈറ്റി തയ്ക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ഫ്രോക്ക് പോലത്തെ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ സാരി ഉടുത്തിക്കുന്നത് എന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ കുറച്ച് സാരികളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാരി വെട്ടിയിട്ട് ചുരിദാർ തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ വന്നിട്ട് സാരിയൊക്കെ നോക്കുമ്പോൾ എനിക്കത് കട്ട് ചെയ്യാനേ തോന്നണില്ല, ചുരിദാറിന് വേണ്ടിയിട്ടേ. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ വീട്ടിലിട്ട് തന്നെ നടക്കാമെന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഫ്രോക്കിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ നൈറ്റ് ഒന്ന് നിവർത്തിയിടുക. എന്നിട്ട് നമ്മുടെ ആ സിബ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ഞാൻ നേരെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വീട്ടിൽ സാരി ഉടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ലച്ചു ഇപ്പോൾ 6ാം ക്ലാസ്സിലാണല്ലോ പഠിക്കുന്നത്. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ വീട്ടിൽ സാരി ഉടുത്തിട്ടുള്ള പണികളൊന്നും നടക്കില്ല. കാരണം അവരെടുത്ത് നടക്കലും അവർക്ക് ഫുഡ് കൊടുക്കലും വീട്ടിലെ പണിയെല്ലാം കൂടിയിട്ടാവുമ്പോൾ സാരി ഉടുത്തുള്ള പണി അപ്പം നടക്കില്ല. ഇതിപ്പോൾ രാവിലെ ലച്ചു സ്കൂളിൽ പോവും, ചേട്ടൻ വർക്കിന് പോവും, പിന്നെ ഇവിടെ രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാ പണികളും കഴിഞ്ഞാൽ വേറെ പണികളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് കട്ട് ചെയ്തു. ഇനി അതിൽ ആ സ്ലീവ് നമുക്കങ്ങ് പറിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു താഴത്തെ ഭാഗം ഉണ്ടല്ലോ, നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് വെച്ചെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. എനിക്കിത് ഫുള്ളും ഈ ഒരു ഇറക്കം വേണം എനിക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. കാരണം നമ്മൾക്ക് ഇനി ഫ്രണ്ടിലെ കഴുത്തും ബാക്കിലെ കഴുത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ സൺഡേ ആണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. എൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിട്ടും ഞാനിത് ഞായറാഴ്ച തന്നെ തിരഞ്ഞെടുത്തു. ഈ ഞായറാഴ്ചയുള്ള ദിവസമൊക്കെ ആവുമ്പോൾ നമുക്ക് 100 പണികളാണ്. അടുക്കളയിലെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും പണികൾ ചെയ്യുമ്പോഴായിരിക്കും അമ്മ ചോറ്, അമ്മ വെള്ളം, അമ്മ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരിക. അപ്പം നമുക്ക് ഈ ഒരു പണിയിൽ നിന്നുള്ളൊരു കോൺസെൻട്രേഷൻ അങ്ങ് പോകും. പക്ഷെ ഞാനിത് എന്തായാലും ഇന്ന് തുടങ്ങിയതല്ലേ, അപ്പോൾ അതങ്ങ് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ ഇന്ന് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഇന്ന് തുടങ്ങാനുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് കഴുത്തൊന്ന് കട്ട് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ഒരു ചുരിദാറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഇതിൻ്റെ കഴുത്തിൻ്റെ അളവിന് വേണ്ടിയിട്ട്. അപ്പം ഇനി അതിൻ്റെ ഫ്രണ്ട് കഴുത്തൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഒരു ഭാഗം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ. നൈറ്റിയോട് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത് എൻ്റെ പ്രഗ്നൻസി ടൈമിലാട്ടോ. നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ വയറ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റി ഇട്ട് നടക്കാൻ നല്ല സുഖമാണല്ലോ. പക്ഷെ ഇവിടുത്തെ അമ്മ നൈറ്റി ഇടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വയറിന് വെയിൽ തട്ടില്ല, കുട്ടിക്ക് മഞ്ഞ കളർ ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ സെറ്റുമുണ്ടുണ്ടല്ലോ നേരിയതൊക്കെ, അതാണ് അധികം ഉടുപ്പിക്കുക. മാക്സി ഒന്നും ഇടാൻ സമ്മതിക്കില്ല. പക്ഷെ നമുക്ക് നല്ലൊരു സുഖമാണ് മാക്സി ഇടുമ്പോൾ. അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ടും കുട്ടികൾ വലുതായിട്ടും ഞാൻ ഈ നൈറ്റി തന്നെ ഇട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നെ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല, എനിക്കൊട്ടും ഇഷ്ടമല്ല നൈറ്റി ഇടുന്നത്. ഇടായികയൊന്നുമില്ല കേട്ടോ. രാത്രിയൊക്കെ മേല് കഴുകിയ കുളിച്ചാലൊക്കെ ഒന്നിടും. പക്ഷെ എനിക്ക് വീട്ടിലങ്ങനെ പകലൊന്നും ഇടുന്നത് എനിക്ക് അത്രയും ഇഷ്ടമല്ല. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ കുറച്ച് തടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നൈറ്റി ഇട്ട് നടക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ബോറ് പോലെ എനിക്ക് തോന്നി. അതാണ് പിന്നെ ചുരിദാറോ അല്ലെങ്കിൽ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഇടാം എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങിയത് കേട്ടോ. കഴുത്തിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ബാക്ക് കഴുത്ത് കുറച്ച് ഇറക്കം കുറയ്ക്കണം. ബാക്ക് കഴുത്ത് അത്ര വേണ്ട എന്നുള്ളൊരു ഇതിലാണ്. ഞാൻ ആദ്യമൊക്കെ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഒരേ ഇറക്കത്തിൽ അങ്ങ് കട്ട് ചെയ്യുക. പക്ഷെ ഇത് ഞാൻ ബാക്ക് കഴുത്ത് കുറച്ച് ഇറക്കം കുറച്ചിട്ടാണ്. അപ്പം നമ്മൾ ആ ഫ്രണ്ടിൽ കട്ട് ചെയ്ത ആ ഒരു ഭാഗം മറ്റേ മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്ക് കഴുത്തും കൂടി അങ്ങ് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഓരോരോ മോഡൽ ഡ്രസ്സുകളിലേക്ക് നമ്മൾ മാറണം. നമ്മൾ വീട്ടിൽ അത്തരം ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെ എത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ദിവസം സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള അധികം പണികൾ ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് പുറത്തുള്ള പണികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ചുറ്റും നിറയെ വീടുകളുള്ളതാണ്. അപ്പോൾ പറയും, എന്താ സാരി ഉടുത്തിരിക്കുന്നത്, എവിടേക്കെങ്കിലും പോവുകയാണോ, എവിടേക്കെങ്കിലും പോയി വന്നിരിക്കുകയാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങളല്ലേ നമ്മൾ വീട്ടിൽ എന്ത് ഉടുക്കണം എന്നുള്ളത്. പക്ഷെ ഇത് നമ്മുടെ ചുറ്റുമുള്ളവർക്കാണ് ഭയങ്കരമായിട്ട് എന്താ ഇപ്പോൾ സാരി ഉടുത്തിരിക്കണം, അവർക്കത് അറിയാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിനെ നല്ലത് പറയണവരും കുറ്റങ്ങൾ പറയണവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കത് മാച്ചാണോ, നമുക്കത് ബോറാവാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ഇടാം കേട്ടോ. നമ്മൾ മറ്റുള്ള എല്ലാവരെയും ഇങ്ങനെ ബോധിപ്പിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് ഇടാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ
കഴുത്ത് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കഴുത്തിന് ഇതുപോലൊരു കട്ട് പീസ് വെച്ചിട്ട് മടക്കി തയ്ച്ചു കൊടുക്കണം. ഞാനിങ്ങനെ കഴുത്തൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ മുൻപത്തെ സ്റ്റിച്ചിങ് വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതുപോലെയുള്ള ഈ പീസുകളൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്കും, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ അതിനൊട്ടും മേച്ചാവാത്തൊരു തുണിയാണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിലിടുന്നതാണ്, പിന്നെ ഉള്ളിലേക്ക് പോകുന്ന തുണിയാണല്ലോ, അപ്പോൾ അതാരും അങ്ങനെ കാണില്ല, പുറത്തേക്ക് കാണില്ല. അപ്പോൾ ഞാൻ ബാക്ക് കഴുത്തിനും ഫ്രണ്ട് കഴുത്തിനും കൂടിയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ആദ്യം ബാക്ക് കഴുത്ത് കട്ട് ചെയ്തു, പിന്നെ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു നൈറ്റി വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 മാസത്തോളം ആയിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ മടിയായിട്ട് അങ്ങനെ വെക്കും. പക്ഷേ നമുക്ക് തയ്ക്കാൻ കിട്ടുന്നതൊക്കെ പെട്ടെന്ന് തയ്ച്ചു കൊടുക്കും. അവനവൻ്റെ അങ്ങനെ വെക്കും. ചിലപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഡ്രസ്സുകൾ ചിലപ്പോൾ കക്ഷം അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞാനത് പിന്നെ തയ്ക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ, മോളുടെ പാൻറ്റിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ കീറിയിട്ട് അങ്ങനെ എന്തെങ്കിലും കീറി വെച്ചെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് വിടുകയൊക്കെ ചെയ്യും. അതിങ്ങനെ മാറ്റി വയ്ക്കും, പിന്നെ വെച്ചിട്ട് മാറ്റി വയ്ക്കും. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കും കേട്ടോ, പണ്ടൊരു ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലുണ്ട്, വൈദ്യരുടെ അമ്മ പുഴുത്തേ ചാവുള്ളൂ എന്ന്. കാരണം എന്താ വെച്ചെങ്കിൽ ഈ വൈദ്യർ നാട്ടിലുള്ള എല്ലാവരും ചികിത്സിക്കും, സ്വന്തം അമ്മേനെ ചികിത്സിക്കാൻ നേരമില്ല, എല്ലാവരും ചികിത്സിച്ച് നടക്കുമ്പോൾ അങ്ങനെ ഒരു ചൊല്ല് പറയുന്നതാട്ടോ. അത് ഇടയ്ക്ക് ശരിയാ തോന്നും. കാരണം എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എൻ്റെ ഒരു തയ്യൽ വിട്ടതുപോലും എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരം ഉണ്ടാവില്ല. നേരമില്ല എന്നുള്ളതല്ല, എൻ്റെ മടിയാണ് കേട്ടോ. നമുക്ക് സമയമുണ്ട്, ആ സമയത്ത് ഞാൻ വേണ്ട പോലെ യൂസ് ചെയ്യില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാനിങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ മടിച്ചിരിക്കും. അപ്പോൾ ഇതേ കഴുത്തിന് വെക്കാനുള്ള ഒരു പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ കയ്യിനുള്ളത് സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സ്ലീവ് നമുക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടില്ല, അവിടെ നിന്ന് പറിച്ചെടുക്കണം. അത് ഞാൻ ലാസ്റ്റാണ് കൈ സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. അത് നമുക്ക് എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇതാണ് എൻ്റെ സ്റ്റിച്ചിങ് ഏരിയ. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് വർക്ക് ഏരിയയിലാണ് കേട്ടോ. ഇപ്പോൾ തയ്യൽ മെഷീൻ ഇവിടെ കൊടുന്നിട്ടിരിക്കുക. എൻ്റെ വീട്ടിലേക്ക് അമ്മയോ അനിയത്തിയോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എന്നോട് ചോദിക്കും, നിൻ്റെ തയ്യൽ മെഷീനിന് എന്താ ജീവനുണ്ടോ ചോദിക്കും. കാരണം ഇവർ വരുമ്പോൾ ഓരോരോ സ്ഥലത്തായിരിക്കും എൻ്റെ മെഷീൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ചിലപ്പോൾ റൂമിലായിരിക്കും, ചിലപ്പോൾ ഹാളിലായിരിക്കും. ഇപ്പോൾ അതേ വർക്ക് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ സ്ഥാനം പിടിച്ചിട്ട് കുറച്ചായിരിക്കണം വർക്ക് ഏരിയയിൽ ഞാനിങ്ങനെ ഇട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് തയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല വെളിച്ചമുണ്ട്, കാറ്റുണ്ട്, പിന്നെ പക്ഷികളിലൊക്കെ ഇങ്ങനെ കരച്ചിൽ അങ്ങനെയായിട്ട് എനിക്കിപ്പോൾ എന്തോ വർക്ക് ഏരിയയിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യണത്, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ കുറച്ച് പഴയതാണ്, കുറച്ചല്ല കുറച്ചധികം പഴയതാണ്. ഇത് ഹൈ സ്പീഡ് മെഷീൻ എന്നൊക്കെ പറയും. എനിക്ക് മെഷീനെ കുറിച്ചിട്ട് വലിയ അറിവൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടി പോയിട്ട് പഠിച്ചെടുത്തൊന്നല്ല, ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചതാണ്. ഇത് ഉഷ കമ്പനിയുടെ ഏറ്റവും പഴയ മോഡൽ തയ്യൽ മെഷീനാണ്. പക്ഷേ ഇപ്പോൾ ഇതിനൊരു കേടും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഏതൊരു മെഷീനാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും, നമ്മളത് ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ എന്താ പറയുക, എത്രത്തോളം നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോഴും പക്ക കണ്ടീഷനാണ്. എന്നോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് വേറെ തയ്യൽ മെഷീൻ വാങ്ങിക്കാമെന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ ഇതിനങ്ങ് ഉപേക്ഷിക്കാൻ തോന്നില്ല. വേറൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചാൽ നമ്മൾ പിന്നെ അതിലായിരിക്കും നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിരിക്കുക. പിന്നെ നമ്മുടെ വീട് കുഞ്ഞു വീടായതുകൊണ്ട് അധികം സ്ഥലങ്ങളൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്നെ മതി. ഇത് ഒരു വീട്ടിൽ ഒരു മെഷീനെങ്കിലും വേണം. അപ്പോൾ ഇതെന്തായാലും ഞാൻ മാറ്റുന്നില്ല. അങ്ങനെ ഇതേ നമ്മുടെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിൻ്റെ വീഡിയോസൊക്കെ മുൻപ് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. നമ്മൾ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മുടെ ചുരിദാറിൻ്റെ ഏത് തുണിയുടെ മേലെയാണോ നമ്മൾ കഴുത്ത് തയ്ക്കുന്നത് അതിൻ്റെ നല്ല വശത്ത് ഇട്ടിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾവശം ഉണ്ടല്ലോ, ഉൾവശത്തേക്ക് ഒന്ന് മറിച്ചിടുക. എന്നിട്ട് ഉൾവശത്ത് ഇതുപോലെ ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഇങ്ങനെ ഈ തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് ഒന്നുകൂടെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല എളുപ്പമാണ്. ഇതിലും വൃത്തിയായിട്ട് നിൽക്കുക നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാട്ടോ നല്ല വൃത്തിയിൽ നിൽക്കുക. ഇതിപ്പോൾ ഞാൻ അത്ര കണ്ട് നല്ല ഇതിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. കാരണം ഞാനിത് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. വീട്ടിലിടാനുള്ള ഡ്രസ്സാണെങ്കിൽ നമ്മൾ വൃത്തിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പക്ഷേ എനിക്കിത് ഇങ്ങനെ മതിയെന്ന് തോന്നി. ക്യാൻവാസ് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണില്ല, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണുള്ളൂ. കണ്ടോ, ഇതുപോലെ ആ തുമ്പ് നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ കഴുത്തിൻ്റെ വർക്ക് ഓക്കെ ആയിട്ടോ. ഇപ്പോൾ നമ്മൾ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും
നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണം. അതിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 സൈഡിലെയും നല്ല വശങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ സൈഡും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 2 ഷോൾഡറും പിന്നെ ഒരു സൈഡ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ലൈനായിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം അങ്ങനെ ഷേപ്പ് പോലെ തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വൃത്തിയിൽ നിൽക്കാറില്ല. അങ്ങനെ താഴത്തേക്ക് എത്തുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിത് ഒരു സൈഡ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണല്ലോ. ഇനി ഞാൻ ഇതുപോലത്തെ ലൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കോട്ടൺ ലൈസാണ്, നമ്മുടെ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഇതുപോലത്തെ ലൈസ് ഞാൻ അണ്ടർ സ്കേർട്ടിനൊക്കെയാണ് കണ്ടിട്ടുള്ളത്, അടിപ്പാവാടൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ. ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന് നല്ല മാച്ചായിട്ടുള്ള കളർ തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാനതൊരു 2 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അധികം റേറ്റൊന്നുമില്ല, 20 രൂപ അങ്ങനെയായിട്ടേ ഉള്ളൂ മീറ്ററിന്. 2 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടൺ ലൈസാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു നൈറ്റി ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുത്തു. അപ്പോൾ ആ 2 കളറ് മാത്രം അങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു ഭംഗിയില്ല. അത് അങ്ങനെ ഒരു ലൈസ് വെച്ചിക്കണമെന്ന് പോലും അറിയില്ല. അപ്പോൾ ആ 2 കളറിനെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ നടുക്കിലൊരു ബ്ലാക്ക് ലൈസും കൂടെ വെച്ച് കൊടുക്കണം. ഇത് മീറ്ററിന് 10 രൂപ ഉള്ളൂ ഈ ലൈസിന് കേട്ടോ. മാക്സിക്കൊക്കെ വെച്ച് കൊടുക്കുന്ന ലൈസാണത്, ചെറിയ ലൈസ്. മാക്സിക്കല്ല, ഉടുപ്പിന് എന്തിനു വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ ബ്ലാക്ക് ചെറിയ ഈ ലൈസും കൂടി വാങ്ങിച്ചിട്ട് അതിൻ്റെ നടുകിൽ കൂടെ ഒന്നങ്ങോട്ട് വെച്ച് തയ്ച്ചു കൊടുത്തു. അപ്പോഴല്ലേ ആ 2 കളറുകൾ പെട്ടെന്ന് കാണുന്നത്, ആ താഴത്തെ ലൈസ് പെട്ടെന്ന് കാണുന്നത്. അങ്ങനെ നടുകിലൊരു ബ്ലാക്ക് കൊടുത്തപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ഒരു ഭംഗിയും തോന്നില്ല, അങ്ങനെ അടിയിലൊരു ലൈസ് വെച്ചിരിക്കണമെന്നുള്ളതും കാണില്ല. അപ്പം ഞാൻ ഒരു സൈഡ് ഞാൻ ഓപ്പൺ ആക്കി ഇട്ടതുകൊണ്ട് അവിടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിനി ആ സൈഡും കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ കയ്യും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാക്സിയുടെ മേളത്തെ ഭാഗം, അവിടുത്തെ കൈ ഒന്ന് പറിച്ചെടുത്തിട്ട് ഞാൻ കൈ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഒരു നേരിയൊരു പഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതേ നമ്മുടെ കൈയൊക്കെ വെച്ചു, നമ്മുടെ സ്റ്റിച്ചിങ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇട്ട് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഫ്രോക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ മാക്സി ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു ഫ്രോക്കൊക്കെ തയ്ച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.